രാധേ രാധേ. ലളിതാ സഹസ്രനാമത്തിന്റെ 10ാമത്തെ നാമമാണ്. ഇതിനു മുമ്പുള്ള നാമങ്ങൾ വേണമെങ്കിൽ എൻ്റെ 9645333999 വാട്സപ്പ് നമ്പറാണ്. ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ലിങ്ക്. അപ്പൊ 10ാമത്തെ നാമം മനോരൂപേക്ഷു കോദണ്ഡേ. മനോരൂപേക്ഷു മനസ്സാകുന്ന, മനോരൂപം മനസ്സാകുന്ന, ഇക്ഷുകോദണ്ഡം ഇക്ഷുകോദണ്ഡം കരിമ്പും വില്ല് എന്നാണ് അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ദേവിയുടെ മൂന്നാമത്തെ ആയുധം കരിമ്പിൻ വില്ലാണ്. അത് ഇടതുവശത്ത് മുൻപിലുള്ള കയ്യിലാണ് ദേവി കരിമ്പിൻ വില്ല് പിടിച്ചിരിക്കുന്നത്. ഈ കരിമ്പിൻ വില്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? വില്ല് വളഞ്ഞാണിരിക്കുന്നത്. ചിന്തകളും സംശയങ്ങളും ഒക്കെ കൊണ്ട് വളഞ്ഞിരിക്കുന്ന വക്ര സ്വഭാവത്തോടു കൂടിയ മനസ്സാണ് മനുഷ്യൻ്റെതെന്ന് പറയുന്നത്. ആ വക്ര സ്വഭാവത്തോടു കൂടിയ മനസ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാമദേവൻ 5 അമ്പുകൾ പ്രയോഗിക്കും. ആ വക്ര സ്വഭാവം ഇല്ലാതാക്കുന്നതിന് എന്ത് ചെയ്യണം? ഇടതുവശത്ത് മുൻപിലുള്ള കയ്യിൽ കരിമ്പിൻ വില്ലും പിടിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീ ലളിതാദേവിയെ ഉപാസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇനി അതിനകത്ത് തൊടുക്കുന്ന 5 അമ്പുകൾ ഏതെന്നുള്ളതാണ് 11ാമത്തെ മന്ത്രം. 11ാമത്തെ മന്ത്രം പഞ്ചതന്മാത്ര സായക. അതായത് കരിമ്പിൻ വില്ല് ഉപയോഗിച്ച് പ്രയോഗിക്കുന്ന 5 തന്മാത്രകളടങ്ങിയ അമ്പുകള് വലതുവശത്ത് മുൻപിലുള്ള 4ാമത്തെ കയ്യിലാണ് ഈ 5 അമ്പുകളുമായിട്ട് ദേവി ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ 5 അമ്പുകള്? സ്നേഹത്തിനും കോപത്തിനും കാരണം മനസ്സിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഈ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ഈ 5 അമ്പുകള്. പഞ്ചതന്മാത്ര സായക. സായകം അമ്പ്. ശ്രദ്ധിച്ചു കേട്ടോണം. മനസ്സിന്റെ പ്രേരണ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതാണ് 5 അമ്പുകള്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ് ശബ്ദവും സ്പർശവും. ഈ ശബ്ദവും സ്പർശവുമാണ് മനുഷ്യന്റെ കാമത്തിന് കാരണം. കാമത്തിൽ നിന്നാണ് അവന് രാഗം അഥവാ സ്നേഹം ഉണ്ടാകും. ആ സ്നേഹത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടാകുമ്പോഴാണ് കോപം ഉണ്ടാകുന്നത്. കോപത്തിൽ നിന്നാണ് സമ്മോഹനം ഉണ്ടാകുന്നത്. അതായത് ആകർഷകമുണ്ടായി ബുദ്ധി തന്നെ ഇല്ലാതായി തീരും. ആ സമ്മോഹനത്തിൽ നിന്നാണ് സ്മൃതി വിഭ്രമം ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സാകുന്ന വളഞ്ഞിരിക്കുന്ന കരിമ്പിൻ വില്ല്, ആ വളഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഇല്ലാതാക്കി തീർക്കുന്ന സാക്ഷാൽ ശ്രീ ലളിതാദേവിയെ ഉപാസിക്കുക. രാധേ രാധേ. ഓ രാധേ രാധേ.